എല്ലാവർക്കും വന്ദനം. പുതിയ ദിവസം തന്ന ദൈവത്തിന് സ്തോത്രം. നന്മകളുടെ ദിവസമായി ഓരോ ദിവസത്തെയും നമുക്ക് പ്രഖ്യാപിക്കാം. നമ്മൾ എന്തു പറയുന്നു അതാണ് ഈ ദിവസം സംഭവിക്കുന്നത്. ഏലിയാവ് അതാ പറഞ്ഞത്, ഇനി ഞാൻ പറയാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. ഇതുപോലെ നമുക്ക് ചില പ്രഖ്യാപനങ്ങൾ നമ്മുടെ ഓരോ ദിവസവും പ്രഖ്യാപിക്കത്തക്ക രീതിയിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ നിറവ് അനുദിനം വർദ്ധിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന ഏലിയാവിന് അധികാരം കൊടുത്ത അതേ കർത്താവിൻ്റെ മക്കളായ നമുക്കും നമ്മുടെ സാഹചര്യങ്ങളെ ഓരോ ദിവസവും വ്യത്യസ്തമാക്കാനുള്ള പ്രഖ്യാപനങ്ങൾ, വാക്കുകൾ നമുക്കും ഉരുവിടാൻ ദൈവം ശക്തി തരട്ടെ. ഞാനിങ്ങനെ ഒരു ചിത്രം ഇങ്ങനെ കണ്ടു. അതിങ്ങനെയാണ്: ഒരു ആന ഒരു കുഴിയിൽ നിന്ന് ഒരു മുയലിനെ ഉയർത്തുന്നു. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, ശക്തിയുള്ള ജനങ്ങൾ ഒരിക്കലും ആരെയും തരം താഴ്ത്തുകയില്ല, അവരെ ഉയർത്തുകയേ ഉള്ളൂ. ഒരു നല്ല ഒരാശയം. ശക്തിയുള്ളവർ ആരെയും തരം താഴ്ത്തുകയില്ല, മറ്റുള്ളവരെ കൈപിടിച്ചുയർത്തുകയുള്ളൂ. മറ്റുള്ളവരെ തരം താഴ്ത്തുന്ന വാക്കുകൾ പറയുന്ന വ്യക്തിയാണോ നമ്മൾ? എങ്കിൽ നാം ശക്തിയുള്ളവരല്ല. മറ്റുള്ളവരെ പ്രബോധിപ്പിച്ച് കൈപിടിച്ച് മുകളിലോട്ടൊന്ന് പൊക്കിവിടാനും നമുക്ക് കഴിയുന്നുണ്ടോ? നല്ല വാക്കുകൾ പറയാൻ. എങ്കിൽ നാം ശക്തിയുള്ളവരാണ്. നാം ശക്തിയുള്ളവരാണെന്നുള്ളതിൻ്റെ തെളിവ്, നമ്മോടുകൂടെ കൂടുന്നവരെല്ലാം കുഴികളിൽ നിന്ന് മുകളിൽ കയറും. അവരവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരും. എന്നാൽ ചിലർ മറ്റുള്ളവരെ പ്രശ്നങ്ങളിൽ താഴ്ത്തിക്കളയും, മാനസികമായി ഇടിച്ചു കളയും. വെറുതെ സംസാരിക്കുന്ന ചിലരുണ്ട് ഓരോ വീടുകളിലും. മറ്റുള്ളവരെ എപ്പോഴും തരം താഴ്ത്തുന്ന, അങ്ങനെ പറഞ്ഞാൽ അവർക്കൊരു അഭിമാനമാണ്. മറ്റുള്ളവരെ കുറിച്ച് എൻ്റെ മക്കൾ ശരിയല്ല, എൻ്റെ ഭാര്യ ശരിയല്ല, എൻ്റെ അപ്പൻ ശരിയല്ല, എൻ്റെ അയൽവാസി ശരിയല്ല. ഒരിക്കലൊരു വീട്ടിൽ പാസ്റ്റർ ചെന്നപ്പോൾ അച്ചായൻ ഇങ്ങനെ പറയുകയാണ്, എൻ്റെ ഭാര്യ അവള് ശരിയല്ല. അപ്പോൾ മോനോ, അവനൊട്ട് ശരിയല്ല. മോള് ശരിയല്ല. അപ്പോൾ ഇവിടെ അമ്മച്ചിയില്ലേ, അമ്മച്ചി ഒട്ടും ശരിയല്ല. പിന്നെ ആരാണ്? അപ്പോൾ പാസ്റ്റർ ചോദിച്ചു, എല്ലാം നെഗറ്റീവാണല്ലോ, പോസിറ്റീവായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? അദ്ദേഹം പറയാണ്, ഞാനേ ഉള്ളൂ പോസിറ്റീവായിട്ട്. അതെന്താ? അപ്പോൾ അദ്ദേഹം പറയും, ഞാൻ HIV പോസിറ്റീവാണ്. ആ പോസിറ്റീവേ ഉള്ളൂ ഇങ്ങർക്ക്. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു വിടുകയാണ്. മറ്റുള്ളവരെ തരം താഴ്ത്തുന്നത് ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നീ കാരണമാണ് അതങ്ങനെ സംഭവിച്ചത്. എന്നാൽ യേശു എല്ലാവരുടെ പ്രശ്നം സ്വന്തമായിട്ട് ഏറ്റെടുത്തു. നിങ്ങൾ ആരും കാരണമല്ല, ഞാനാണ് കാരണം. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ക്രൂശിൽ കയറിയേക്കാം. ആരും ക്രൂശിക്കാൻ യേശു അനുവദിച്ചില്ല. എല്ലാവരുടെയും ക്രൂശിനെ കർത്താവ് അങ്ങോട്ട് എടുത്തു. എന്നിട്ട് നമ്മെ അവൻ ഉയർത്തി. അതാണ് ക്രിസ്തീയ ജീവിതം. നമ്മെ കൈപിടിച്ചുയർത്താനാണ് കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചതും അതാണ്. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി 3 ഞങ്ങൾക്കുള്ളത് തരുന്നു, എഴുന്നേൽക്കാൻ. ഇതാണ് നമ്മുടെ സന്ദേശം. നമ്മുടെ കയ്യിലുള്ളത് മറ്റുള്ളവരെ എഴുന്നേൽപ്പിക്കുന്നതാണ്. കിടക്കെടുത്ത് നടക്കാന്ന് പറയുന്നതാണ്. കൂന് നിവരട്ടെ. മറ്റുള്ളവരെ നിവർത്തുന്നതും മറ്റുള്ളവരെ എഴുന്നേൽപ്പിക്കുന്നതും മറ്റുള്ളവരുടെ കിടക്ക ചുരുട്ടിയവരെ അവരുടെ ജീവിതത്തെ ധന്യമാക്കുന്നതുമാണ് നമ്മുടെ നാവ്. അതിനുവേണ്ടിയാണ്. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും ഒരു ഉറച്ച തീരുമാനം എടുക്കണം. ഞാൻ നിമിത്തം ഇനി ആരും തരം താഴ്ത്തപ്പെടില്ല. ആരെയും ഞാൻ തരം താഴ്ത്തി കാണില്ല. ഞാൻ അതിനെക്കുറിച്ച് പറയില്ല. പകരം ഞാൻ ഉയർത്തും. നീ കാരണമാണ് ഈ വീട് ഉയർന്നത്. ഓരോ വ്യക്തികളെ അഭിനന്ദിക്കുന്നതിൻ്റെ മറ്റൊരു ഭാഷയാണ് ഞാൻ സംസാരിച്ചത്. നിങ്ങൾക്ക് ഭാവിയുണ്ട്, നിനക്കുയരാൻ കഴിയും. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയാനായിട്ടൊരു വിശ്വാസിയൊന്നും ആകേണ്ട ആവശ്യമില്ല. നല്ല വാക്കുകൾ നാം ശീലിക്കണം. നല്ല കുടുംബത്തിൽ നിന്ന് കിട്ടാറുണ്ട്. നല്ല കുടുംബം എന്ന് പറഞ്ഞാൽ പൈസയുള്ള കുടുംബമല്ല. നല്ല മാതാപിതാക്കൾ, നല്ല സ്വഭാവമുള്ള മാതാപിതാക്കൾ. അതുകൊണ്ടാണ് വിവാഹമൊക്കെ വരുമ്പോൾ ഏത് കുടുംബത്തിലെയാണെന്ന് നോക്കുന്നത്.
എത്ര കാശുണ്ടെന്നല്ല അത് നോക്കുന്നത്. ചിലർ പൈസ നോക്കും, ചിലർ നല്ല കുടുംബം നോക്കും. നല്ല കുടുംബം എന്ന് പറഞ്ഞാൽ നല്ല മാതാപിതാക്കളാണോ, മാതാപിതാക്കൾ എങ്ങനെയുണ്ട്. വല്യമ്മച്ചി അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ പെണ്ണ് കാണാൻ പോകുമ്പോൾ പ്രായമുള്ളവരും ചെറുക്കൻ്റെ കൂടെ പോകും. എന്തിനാണ്? ചെറുക്കൻ പെണ്ണിൻ്റെ മൂക്കും കണ്ണുമൊക്കെ നോക്കുകയുള്ളു. എന്നാൽ ബാക്കിയെല്ലാം ശ്രദ്ധിക്കുന്നത് പ്രായമുള്ളവർ. അവർക്കറിയാം നല്ല അന്തരീക്ഷമാണോ, വീടിൻ്റെ അന്തരീക്ഷം ഒപ്പിയെടുക്കാൻ കഴിയുന്നവരും കൂട്ടത്തിൽ വരാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ്, ഇതെല്ലാം വിവേചിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മുഖാന്തരം മറ്റുള്ളവർക്ക് പ്രബോധനമുണ്ടാകും, അവരുടെ കണ്ണുനീര് തുടയ്ക്കപ്പെടും. കർത്താവ് അതിനായി നമ്മെ ഉപയോഗിക്കും. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പാപങ്ങളാകെ ക്ഷമിച്ചിടുന്നു, രോഗങ്ങളാകിലവും നീക്കിടുന്നു. പാപങ്ങളാകെ ക്ഷമിച്ചിടുന്നു, രോഗങ്ങളാകിലവും നീക്കിടുന്നു. പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. ഇടയനെ പോൽ നമ്മെ തേടി വന്നു, പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ. ഇടയനെ പോൽ നമ്മെ തേടി വന്നു, പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ. സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാൻ സ്വന്തരത്വം നമുക്കേകിയതാ. സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാൻ സ്വന്തരത്വം നമുക്കേകിയതാ. പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. അമ്മയെപ്പോൾ നമ്മെ ഓമനിച്ചു, അപകടവേളയിൽ പാലിച്ചവൻ. അമ്മയെപ്പോൾ നമ്മെ ഓമനിച്ചു, അപകടവേളയിൽ പാലിച്ചവൻ. ആഹാരപാനീയമേകിയവൻ, നിത്യമജീവനെ നൽകിടുന്നു. ആഹാരപാനീയമേകിയവൻ, നിത്യമം ജീവനെ നൽകിടുന്നു. പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. കൂടുകളെ കൂടെ കൂടിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. കൂടുകളെ കൂടെ കൂടിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. ചിറകുകൾ അതിന്മേൽ വായിച്ചു നമ്മെ, നീലം പരിചായി നാം നശിച്ചിടാതെ. ചിറകുകൾ അതിന്മേൽ വായിച്ചു നമ്മെ, നീലം പരിചായി നാം നശിച്ചിടാതെ. സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി, കുമ്പിടാം അവൻ മുൻപിലാദരവാ. സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി, കുമ്പിടാം അവൻ മുൻപിലാദരവാ. ഹല്ലേലൂയ പാടാം മോദമോടെ, അവനല്ലോ നമ്മുടെ രക്ഷയിൻ പാറ. ഹല്ലേലൂയ പാടാം മോദമോടെ, അവനല്ലോ നമ്മുടെ രക്ഷയിൻ പാറ. സ്തോത്രം
അപ്പോസ്തല പ്രവൃത്തിയിൽ വീണ്ടും നമ്മൾ വരുന്നത് മോശയുടെ ചരിത്രമാണ്. 7-ാം അധ്യായത്തിൻ്റെ 35 കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചത്. ഇങ്ങനെ പോയാൽ എത്രയോ നാളുകൾ ഇതിങ്ങനെ നമുക്ക് തുടരാനുണ്ട്. കാരണം എല്ലാ തിരുവെഴുത്തിൽ ദൈവത്തിൻ്റെ ശ്വാസമുണ്ടെന്ന് തീമോഥെയോസ് ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. എല്ലാ തിരുവെഴുത്തും പൗലോസ് എഴുതിയ ലേഖനമാണ്, തീമോഥെയോസിന്റെ ലേഖനം. അതിൽ പറയണം എല്ലാ തിരുവെഴുത്തിലും ദൈവത്തിൻ്റെ ശ്വാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ വായിക്കുന്ന ഓരോ വാക്യത്തിനും ജീവനുണ്ട്, അതിനകത്തൊരു നിറവുണ്ട്, അതിനകത്തൊരു കൃപയുണ്ട്. അതുകൊണ്ട് ബൈബിൾ മാത്രം വായിച്ചു പോകാനുള്ളതല്ല, അത് ധ്യാനിച്ച് പ്രാർത്ഥിച്ചു പോകാനുള്ളതാണ്. ഇതാണ് ജീസസ് എവരിഡേയിലൂടെ നമ്മൾ ചെയ്യുന്നത്. ജീസസ് എവരിഡേയിൽ ഒരു വലിയ തിയോളജി പ്രസംഗങ്ങളൊന്നുമില്ല. ഒരു വാക്യമെടുക്കുന്നു, അതിനകത്ത് നിന്ന് പരിശുദ്ധാത്മാവ് തരുന്നത് പറയുന്നു. നേരത്തെ തയ്യാറായ ഒന്നും ഇതിനകത്തില്ല. ഇതിനകത്തുള്ള ജീവൻ അത് കർത്താവ് നമുക്ക് തരികയാണ്. 35-ാം വാക്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. നിന്നെ അധികാരിയെ ന്യായകർത്താവും ആക്കിയതാർ എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ ദൈവം മുൾപടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനുമാക്കി വെച്ചു. അപ്പോൾ ചില ദൂതന്മാർ മുഖാന്തരമാണ് അധികാരിയും ന്യായകർത്താവും ആക്കി വെച്ചത്. ദൂതൻ, മുൾപടർപ്പിലെ ദൂതൻ. പുതിയ നിയമത്തിലെ ദൂതൻ എന്ന് പറയുന്നത് 7 സഭയുടെ ദൂതൻ എഴുതുക എന്ന് പറഞ്ഞ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. ദൂതന്മാർ, 7 നിലവിളക്ക്, ഇതൊക്കെ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണും. അപ്പോൾ ദൂതന്മാർ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മനുഷ്യരാണ്, ദൈവത്തിൻ്റെ അഭിഷിക്തരാണ്. ഒരാളെ അധികാരിയും ന്യായകർത്താവും ഒക്കെ ആക്കുന്നത് ഒരു വ്യക്തി മുഖാന്തരമാണ്. ഓരോ വ്യക്തികളെ, ഓരോ സഭയെ ദൈവം അതാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ സഭ കൂടാതെ ആർക്കും അധികാരങ്ങൾ കിട്ടുന്നില്ല. സഭയെ പണിയാനാണ് ഈ അഭിഷേകവും അധികാരവും. അതായത് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുന്നതാണ് സഭാ വളർച്ച. വീണ്ടെടുപ്പ് യേശുക്രിസ്തുവിൻ്റെ വചനത്താൽ സംഭവിക്കുന്നത്. അതിന് ചില വ്യക്തികളെ ദൈവം ആക്കിയിട്ടുണ്ട്. അവരുടെ നാവിൽ ദൈവ അവകാശവും അധികാരവും കൊടുത്തിട്ടുണ്ട്. ഇതാ മോശയുടെ വാക്കിൽ അധികാരം, അവൻ്റെ കയ്യിൽ അധികാരം ദൈവം ഏൽപ്പിച്ചു. അതുകൊണ്ട് ആ ജനത്തെ വിടുവിക്കാൻ അവന് കഴിഞ്ഞു. അടുത്ത വാക്യം എങ്ങനെയാണ്? 36. അവൻ മിസ്രയീമിലും ചെങ്കടലിലും 40 സംവത്സരം മരുഭൂമിയിലും അതിശയങ്ങളും അടയാളങ്ങളും ചെയ്ത് അവരെ നടത്തിക്കൊണ്ടുവന്നു. ഇസ്രായേൽ മക്കളെ മോശ നടത്തിയത് കുറെ വാക്കുകൾ കൊണ്ട് മാത്രമല്ല, അത്ഭുതങ്ങളും അടയാളങ്ങൾ കൊണ്ടും അവരെ 40 കൊല്ലം മോശ നടത്തി വന്നു. ദൈവം കൊടുത്ത അധികാരം, ദൈവം കൊടുത്ത അഭിഷേകം, ദൈവം കൊടുത്ത കൃപ അവസാന നിമിഷം വരെയും കൈമുതലായി കൊണ്ടുപോയ മനുഷ്യൻ. കുറെ കഴിഞ്ഞപ്പോൾ ചെങ്കടലോടെ തീർന്നെന്നല്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ അത് നിന്നുപോയെന്നല്ല, താൻ എത്ര കാലമുണ്ടോ അത്രയും കാലം അതിനെ വിശ്വസ്തയോടെ സംരക്ഷിക്കുവാൻ, ആ കൃപയെ പരിപാലിപ്പാൻ മോശയ്ക്ക് കൃപയുണ്ടായി. പ്രാപിക്കാൻ മാത്രമല്ല, അതിനെ നിലനിർത്താൻ. അതുകൊണ്ടാണ് ഈ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തമല്ല, ദൈവത്തിൻ്റെ ദാനം എത്രയെന്ന് വരേണ്ടതിന് മൺപാത്രങ്ങളിൽ എത്രേ അത് പകർന്നത്. മൺപാത്രം, നമ്മുടെ ശരീരം ഒരു മൺപാത്രമാണ്. ഇത് ഒരു മൺപാത്രമാണ്. ഇതിന് ജീവനില്ല, എന്നാൽ ഈ മൺപാത്രത്തിന് ജീവനുണ്ട്. ഈ മൺപാത്രത്തിലേക്കാണ് അത്യന്ത ശക്തിയെ ദൈവം പകരുന്നത്. ഒരു പ്രത്യേക സ്ഥലത്ത് ഈ ശക്തിയൊന്നുമില്ല. ഒരു ചർച്ചിൻ്റെ കെട്ടിടത്തിനകത്തല്ല ഈ ശക്തി. ആ ചർച്ചിൽ വന്നിരിക്കുന്ന, കെട്ടിടത്തിൽ വന്നിരിക്കുന്ന വ്യക്തികളുടെ ഉള്ളിലേക്കാണ് ഈ അത്യന്ത ശക്തിയെ ദൈവം പകരുന്നത്. സഞ്ചരിക്കുന്ന ദേവാലയങ്ങളാക്കി, സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ പെട്ടകങ്ങളാക്കി
ദൈവം ഈ കാലത്ത് ഒത്തിരി പേരെ ആക്കിയിട്ടുണ്ട്. അതിലൊരു വ്യക്തിയാണ് നിങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്നത്. നിങ്ങളുടെ ദേശത്തെ സഞ്ചരിക്കുന്ന പെട്ടകം നിങ്ങളാണ്. ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്നു പോയി. മരുഭൂമിയിൽ വെച്ച് ദൈവം അവർക്ക് നിയമം കൊടുത്തു. എനിക്ക് നിങ്ങളുടെ നടുവിൽ അധിവസിക്കണം, നിങ്ങൾ ഒരു പെട്ടകം പണിയണം, അതിൻ്റെ ഉള്ളിൽ ഞാനിരിക്കും, അതിലിരുന്ന് ഞാൻ സംസാരിക്കും. അങ്ങനെ പണിത പെട്ടകം അതിപരിശുദ്ധ സ്ഥലത്ത് വെക്കണം. ദൈവം നിയമം പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ നടുവിൽ വസിക്കണം, നിങ്ങൾ പോകുന്നിടത്ത് നിങ്ങൾ ജയാളികളാകും. അങ്ങനെ ഇസ്രായേൽ മക്കൾ ആ വാക്കനുസരിച്ചു. ഈ പെട്ടകവുമായി പോയിടത്തെല്ലാം അവർ ജയാളികളായി. അങ്ങനെ യോശുവ കൂടെയുള്ളവരോട് പറഞ്ഞു, യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാലുകൾ യോർദാനിൽ വെച്ചാൽ അവിടെ യോർദാന്റെ ഒഴുക്ക് നിൽക്കും. പെട്ടകം ചുമക്കുന്നവർ. അപ്പൊ ഈ അത്ഭുതങ്ങളെ ചുമക്കുക എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യമാണ്, ദൈവമഹത്വം. ഇത് നമ്മിലുണ്ട്. നമ്മൾ പോകുന്നിടത്ത് ഈ ദൈവപ്രവൃത്തി ഉണ്ടാകണം, ഉണ്ടായേ തീരൂ. അതുണ്ടാകും വരെ നമ്മൾ ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം, നമ്മെ കറക്റ്റ് ചെയ്യണം. ദൈവത്തിന് മോശയെ കൂടാതെ ഈ കാര്യങ്ങൾ സാധ്യമല്ല. ദൈവത്തിന് ഈ ഭൂമിയിൽ ഒരു വ്യക്തിയെ വേണം. അതായത് സ്വർഗം ദൈവത്തിൻ്റെ സ്വർഗം, ഭൂമി ദൈവം മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു എന്ന് വായിക്കുന്നു. സ്വർഗം ദൈവത്തിൻ്റെതാണ്, എന്നാൽ ഭൂമിയെ മനുഷ്യർക്ക് കൊടുത്തത് കൊണ്ട് മനുഷ്യരെ കൂടാതെ ദൈവത്തിന് ഈ ഭൂമിയിൽ ഒരു വാഴ്ച നടക്കില്ല. അതുകൊണ്ടാണ് ആദാമിനെ നിർമ്മിച്ചപ്പോൾ, ആദാമിനെ ഹൗവയെ അനുഗ്രഹിക്കുമ്പോൾ, നിങ്ങൾ സന്താന സമ്പന്നരായി പെറ്റി പെരുകി ഭൂമിയിൽ നിറയുവിൻ, അതിനെ അടക്കി വാഴുവിൻ. വാഴ്ച പിശാചിൻ്റെതല്ല, വാഴ്ച മനുഷ്യർക്ക് ദൈവം കൊടുത്തതാണ്. ആ വാഴ്ച യേശുക്രിസ്തു മുഖാന്തരം വീണ്ടും നമുക്ക് തിരികെ ലഭിച്ചു. ആ ലഭിച്ച വാഴ്ചയാണ് നാം പോകുന്നിടത്ത് ഇനി നടക്കേണ്ടത്. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രമെന്നാണ് പൗലോസ് പറയുന്നത്. യേശുക്രിസ്തു മുഖാന്തരമാണ് നമ്മുടെ ജയം. എന്താണ്? നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരികെ കിട്ടുകയാണ്. അപ്പോൾ നഷ്ടപ്പെട്ട ആദാമിൻ്റെ അധികാരമാണോ നമുക്ക് തിരിച്ചു കിട്ടിയത്? അല്ല. ആദാമിൻ്റെ തേജസ്സാണോ? അല്ല. ആദാമിൻ്റെ തേജസ് അല്ല നമുക്ക് മടക്കി കിട്ടുന്നത്, ക്രിസ്തുവിൻ്റെ തേജസ്. അപ്പൊ നമ്മൾ ആ തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുമെന്ന്. ക്രിസ്തുവിൻ്റെ തേജസ്സാണ് നമുക്ക് ലഭിച്ചത്. ആദാമിൻ്റെ അധികാരമല്ല നമുക്ക് ലഭിച്ചത്, ക്രിസ്തുവിൻ്റെ അധികാരം. യേശു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് മതങ്ങളെ ഉണ്ടാക്കുവിൻ എന്നല്ല, സകലരെയും ശിഷ്യരാക്കുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഇതൊരു മതസ്ഥാപനമേ അല്ല. ഇത് ശിഷ്യത്വത്തിലേക്ക്, വിശുദ്ധിയിലേക്ക്, ദൈവകൃപയിലേക്ക്, ദൈവശക്തിയിലേക്ക് ജനങ്ങളെ മാറ്റിമറിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ആരെങ്കിലും ഈ മാർഗത്തോട് എതിർത്താൽ നിങ്ങൾ ദൈവത്തോടായി എതിർക്കുന്നത്. അത് മനുഷ്യർക്ക് അതിനകത്ത് പങ്കൊന്നുമില്ല. നിങ്ങളുടെ വീട്ടിൽ പോസ്റ്റ്മാൻ ഒരു ലെറ്റർ കൊണ്ടുവന്ന് തന്നു. വായിച്ചപ്പോൾ ഭാര്യ വായിച്ചു. എന്താണ്? ഭർത്താവ് ഗൾഫിൽ നിന്ന് അയച്ച ലെറ്ററാണ്. ഭാര്യയെ കുറേ മോശമായിട്ട്, എടി നീ അങ്ങനത്തവളാണ് ഇങ്ങനത്തവളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ വാക്കുകൾ ആ ലെറ്ററിലുണ്ടായി. ആ സ്ത്രീ അത് അവിടെ പെട്ടെന്ന് നിന്ന് പൊട്ടിച്ച്, ഭർത്താവിൻ്റെ അല്ലെന്ന് കരുതി പോസ്റ്റ്മാൻ നിൽക്കുമ്പോൾ തന്നെ പൊട്ടിച്ച് വായിച്ചിട്ട് ദേഷ്യം വന്നിട്ട് പോസ്റ്റ്മാൻ്റെ കവളത്ത് നോക്കി ഒരൊറ്റയടി. എങ്ങനെ ഉണ്ടാകും? ഇത് കൊടുത്തുവിട്ട ഭർത്താവിനോടുള്ള ദേഷ്യത്തിന് അടിച്ചത് മുഴുവനും പോസ്റ്റ്മാനിട്ട്, അടി കിട്ടിയത് പോസ്റ്റ്മാൻ. ഇതല്ലേ ഇപ്പോഴും സംഭവിക്കുന്നത്. സുവിശേഷം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ നിയോഗമാണ്, ദൈവത്തിൻ്റെ പ്ലാനാണ്. സുവിശേഷമായിട്ട് ചെല്ലുന്നവരെ തല്ലിയാൽ നിങ്ങൾ സുവിശേഷത്തിൻ്റെ സന്ദേശവാഹകരെയാണ് തല്ലിയത്. ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള യജമാനൻ ഈ സന്ദേശവാഹകരല്ല, ഞങ്ങളാരുമല്ല. ഇത് രാജാവിൻ്റെ നിയോഗമാണ്.
ഭൂതലത്തിൽ ഒരാൾ പോലും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം. ഇവിടെ മോശയെ ദൈവം ചെങ്കടലിലും 40 സംവത്സരം മരുഭൂമിയിലും അതിശയങ്ങളും അടയാളങ്ങളും ചെയ്ത് അവരെ അവൻ നടത്തിക്കൊണ്ടുവന്നു. അതിനുള്ള കൃപ ദൈവം കൊടുത്തു. ഈ ദിവസങ്ങളിൽ ദൈവസഭ പീഡനം എന്ന് പറഞ്ഞിരിക്കാതെ ദൈവസഭകൾ ഈ സത്യത്തിലേക്ക് വരണം. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അത്ഭുതങ്ങൾ, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അതിശയങ്ങൾ, ഇത് പ്രാപിച്ചിട്ട് വേണം ഇനിയുള്ള നാളുകളിൽ ദൈവസഭ എഴുന്നേൽക്കാൻ. ഒരു മതവും നമ്മൾ സ്ഥാപിക്കുന്നില്ല. എന്നാൽ ജനങ്ങളെ മദ്യത്തിൽ നിന്നും, മയക്കുമരുന്നിൽ നിന്നും, പാപ സ്വഭാവങ്ങളിൽ നിന്നും, കുടുംബ തകർച്ചകളിൽ നിന്നും, ദാരിദ്ര്യത്തിൽ നിന്നും അവരെ വിടുവിച്ചെടുക്കാൻ ഈ സത്യം കൂടാതെ കഴിയില്ല. ഇതെല്ലാവരോടും പറയേണ്ടതാണ്. എല്ലാ കുടുംബങ്ങളും കേൾക്കേണ്ടതാണ്. ഇത് ഭൂമിയിലുള്ള 800 കോടിയിലധികം വരുന്ന ജനങ്ങൾ വ്യക്തിപരമായി കേട്ട് രൂപാന്തരപ്പെടേണ്ട ഒരു സന്ദേശമാണ്. ഈ സന്ദേശമാണ് ദൈവം നമുക്ക് തന്നത്. അബ്രഹാമിൻ്റെ മക്കളായ ഇസ്രായേലിൻ്റെ കഷ്ടത കണ്ടിട്ട് അവരെ രക്ഷിക്കുവാൻ ദൈവം ഇറങ്ങി വന്നപ്പോൾ ദൈവത്തിന് വിശ്വസ്തയോടെ കിട്ടിയത് ഒരു 80 വയസ്സുകാരനെയാണ്. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞു. ഇന്ന് നിങ്ങളെയും എന്നെയും കർത്താവിന് കിട്ടി. അന്ന് ഒരാളെ തപ്പി നടന്ന കർത്താവിന് ഇന്ന് ആൾക്ക് പഞ്ഞമില്ല. എന്നാൽ അതുപോലെ സമർപ്പിക്കപ്പെട്ട ആൾക്കാർക്ക് പഞ്ഞമുണ്ട്. കർത്താവേ, എന്നെ അയക്കണമേ, ഞാൻ പോകാമെന്ന് യെശയ്യാവ് പറഞ്ഞതുപോലെ പോകാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഒരു കൂട്ടം ജനം ഈ ദിവസങ്ങളിൽ എഴുന്നേൽക്കണം, പുറപ്പെടണം. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, പരസ്പരം പ്രാർത്ഥിക്കാം. ദൈവശക്തിയുള്ള അത്ഭുതങ്ങളും അടയാളങ്ങൾ കൊണ്ട് നിറഞ്ഞ കൂടിവരവുകളായി നമ്മുടെ കൂടിവരവുകളിൽ ജനങ്ങൾക്ക് വലിയ മാറ്റങ്ങളും വിടുതലുകളും ഉണ്ടാകണം. ഈ ദിവസങ്ങളിൽ ഏറ്റവും വലിയ പ്രാർത്ഥന അത് മാത്രമാകട്ടെ. നമുക്ക് വിശ്വസിക്കാം, നമ്മുടെ വീട് മുഖാന്തരം ജനങ്ങൾക്ക് വിടുതലുണ്ടാകും. നമ്മൾ പ്രാർത്ഥിച്ചാൽ പ്രത്യക്ഷമായ അടയാളങ്ങൾ സംഭവിക്കട്ടെ. പ്രാർത്ഥിക്കാം. യേശുവേ, ഇത് ഞങ്ങളുടെ ആവശ്യമാണ്. അങ്ങയുടെ നാമത്തിൻ്റെ മഹിമയ്ക്കായി അത്ഭുതങ്ങളും അടയാളങ്ങളും സഭ മുഖാന്തരം വെളിപ്പെടട്ടെ. ഇത് കേൾക്കുന്ന എല്ലാവരും അതിന് പറ്റിയ അഭിഷേകവും വിശ്വാസവും ധൈര്യവുമുള്ളവരാകണം. പോകുന്നിടത്തെല്ലാം ജനങ്ങളെ സൗഖ്യമാക്കും, ജനങ്ങളെ വിടുവിക്കും, ജനങ്ങളായിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുവാൻ പ്രാപ്തി, ദൈവത്തിൻ്റെ പ്രാപ്തി ഞങ്ങളുടെ പ്രാപ്തി എന്ന് പൗലോസ് പറഞ്ഞതുപോലെ ഞങ്ങൾ പ്രാപ്തരെന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് പറഞ്ഞതുപോലെ അങ്ങ് ദാനം ചെയ്ത വലിയ പ്രാപ്തി ഞങ്ങളുടെ മേൽ വരട്ടെ. കേൾക്കുന്നവർ സൗഖ്യമാകണം, സൗഖ്യമാക്കുന്നവരാകണം. ഈ കേൾക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ, വിടുവിക്കുന്നവരാകട്ടെ. ഈ കേൾക്കുന്നവർ സമാധാനം കൊണ്ട് നിറയട്ടെ, സമാധാനം പകർന്ന് കൊടുക്കുന്നവരാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിൽ അടിയുറച്ച് ആശ്രയിക്കും. ഈ വചനങ്ങൾ കേട്ടതുകൊണ്ട് എന്തോ സംഭവിക്കാൻ പോവുകയാണ്. കാരണം ഇത് കേട്ടെങ്കിൽ അതിൻ്റെ സമയമായി എന്നതിൻ്റെ അർത്ഥം. ആദ്യം ഒരു കേൾവി വരും, പുറകെയാണ് അതിൻ്റെ പ്രവൃത്തി വരുന്നത്. ഈ കേട്ടത് ഉപകാരമായി തീരും, അത്ഭുതമായി മാറും. കർത്താവ് അത് ചെയ്യും. നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു ഉപവാസ പ്രാർത്ഥന പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് രാവിലെ 10:30 കടന്നു വരിക. കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് നിറയാം. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കാണാം. God bless you.